നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL-ലെ സൂപ്പർ സൺഡേ പോരാട്ടത്തിലെ 2 മത്സരങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒപ്പം ഹാരിസ് നെന്മാറ, മുഹമ്മദ് ജസീം. ഇന്നലത്തെ മത്സരത്തിൽ 2 ടീമുകൾ പുറത്തായി എന്നുള്ളൊരു സവിശേഷത ഉണ്ടായിരുന്നു. മുംബൈയും പ്ലേ ഓഫ് കാണാതെ പുറത്തായി, ലക്നൌവും പുറത്തായി. നമുക്ക് ആദ്യ മത്സരത്തിലേക്ക് തന്നെ വരാം. അതായത് ഒരു T20 എല്ലാ ആവേശവും നിറഞ്ഞൊരു മത്സരമായിരുന്നു. ഇപ്പോൾ മറ്റു മത്സരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊരു ഹൈ റൺ ചേസ് മത്സരം ആയിരുന്നില്ല. ചെറിയ സ്കോറായിരുന്നു, പക്ഷെ അത് ഗംഭീരമായിട്ട് RCB ചേസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ ത്രില്ലറും ഒത്തുചേർന്ന 2 ടീമിൻ്റെ, അതായത് RCB ഫാൻസിൻ്റെ ആയാലും മുംബൈ ഫാൻസിൻ്റെ ആയാലും നെഞ്ചൊക്കെ ഒരുപാട് ഇടിച്ചൊരു മത്സരം തന്നെയായിരുന്നു അത്. മുംബൈയുടെ ഏറെക്കുറെ പ്രതീക്ഷകളൊക്കെ തീർന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ അല്ല, കഴിഞ്ഞു, ഈ സീസൺ കഴിഞ്ഞു, ഔട്ടായി. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു, ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെന്ന്. അപ്പോൾ ഹർദിക് പാണ്ഡ്യ സ്റ്റിൽ പുറം വേദനയുമായി പിന്നെ പുറത്താണ്. ആ പുറം കളിക്കുന്നുണ്ട്. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു കളിയെ കൊണ്ട് കളഞ്ഞതാണ്. പ്രത്യേകിച്ച് കുറേ ടാക്ടിക്കൽ ബ്ലണ്ടറുകൾ, ഫീൽഡിലെ ബ്ലണ്ടറുകളൊക്കെ സംഭവിച്ച ഒരു മത്സരം. രാജ്ഭവക്ക് അവസാന ഓവർ കൊടുക്കാൻ എടുത്ത തീരുമാനം, പിന്നെ ട്രിക്കിയായ ഒരു സർഫേസിൽ ജസ്പ്രീത് ബുംറ ഒരു കളിയെ 19-ാം ഓവറിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് ശേഷം നിരന്തരം പിന്നെ വൈഡുകൾ ഇട്ട് കൊടുത്ത്, എക്സ്ട്രാസ് ഇട്ട് കൊടുത്ത്, അതെ, ഇതിൽ ഒരു ഘട്ടത്തിൽ പിന്നെ റൊമാരിയോ ഷെഫേർഡ് കിടന്ന് പതർന്ന് കണ്ട സമയത്ത് റൊമാരിയോ ഷെഫേർഡ് മുംബൈയുടെ ഏജന്റ് എക്സ് ആണോ, റൊമാരിയോ ഷെഫേർഡ് മുംബൈയുടെ ഏജന്റ് ആണോ എന്ന് വരെ ആളുകൾ എഴുതി തുടങ്ങിയിരുന്നു. കാരണം പിന്നെ അവിടെ ഒരു 2 സിക്സിൽ കളി തീരേണ്ട ഒരു ഘട്ടത്തിൽ ആ കളിയെ വീണ്ടും ഒരു ആവേശത്തിലേക്ക് കൊണ്ടുപോകുക. സോ അവസാനം ഭുവനേശ്വർ കുമാർ അതെ, ഇതിൽ യഥാർത്ഥത്തിൽ ഭുവനേശ്വർ കുമാർ പിന്നെ കൃണാൽ പാണ്ഡ്യയും ഭുവനേശ്വർ കുമാറും കൂടി പിന്നെ RCBക്ക് കൊണ്ടുകൊടുത്തൊരു മത്സരമാണിത്. ട്രിക്കിയായ ഒരു സർഫേസ്. ഇപ്പോൾ മുംബൈയിലേക്കൊക്കെ വരികയാണെങ്കിൽ പവർ പ്ലേയിൽ തന്നെ അവരുടെ ടോപ്പ് ഓർഡറിനെ ഭുവനേശ്വർ കുമാർ പൊളിക്കുന്നു. എഗെയിൻ ഒരു ഭുവനേശ്വർ കുമാർ ന്യൂ ബോൾ ബ്രില്യൻസ് നമ്മൾ കണ്ടൊരു മത്സരമായിരുന്നു അത്. ഇപ്പോൾ ഇന്നലെ ദിനേശ് കാർത്തിക്കിനെ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ പലരും പിന്നെ മെൻഷൻ ചെയ്യുന്നത് കണ്ടു. കാരണം ദിനേശ് കാർത്തിക്കിൻ്റെ തീരുമാനമായിരുന്നു അദ്ദേഹത്തെ, അതെ, ഭുവനേശ്വർ കുമാറിനെ പിന്നെ ടീമിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിനേശ് കാർത്തിക്കിൻ്റെ ബ്രില്യൻസ്, അദ്ദേഹം പുറകിൽ കളിച്ചത് എങ്ങനെയാണ്, ഭുവനേശ്വർ കുമാറിനെ ആ ഓപ്ഷനിൽ ടീമിലെത്തിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ജസ്പ്രീത് ബുംറ കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൺസിസ്റ്റൻ്റായി ബോൾ ചെയ്യുന്ന, പിന്നെ മനോഹരമായി പവർ പ്ലേയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടീമിലെ ബോളിംഗ് സ്ട്രെങ്ത്തിനെ തന്നെ പിന്നെ വല്ലാതെ ബലപ്പെടുത്തുന്ന ഒരു ബോളർ ആയതുകൊണ്ടാണ് ഭുവനേശ്വർ കുമാറിന് പുറകിൽ തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ദിനേശ് കാർത്തിക് എന്ന് പറയുന്നുണ്ട്. സെയിം ടീം ഈ ടൂർണമെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാർ കാരണം RCBക്ക് കിട്ടിയ എത്രമാത്രം കളികളുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മയെ കളഞ്ഞത്, റിക്കിൾട്ടനെ കളഞ്ഞത്, സൂര്യകുമാർ യാദവിനെ ഗോൾഡൻ ടക്കാക്കിയത്, നന്നായി ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന പിന്നെ തിലക് വർമ്മയെ വീഴ്ത്തിയത്, അന്നടക്കം അവരുടെ ഏറ്റവും ക്രൂഷ്യൽ വിക്കറ്റുകളൊക്കെ വീഴ്ത്തിയത് ഭുവനേശ്വർ കുമാറാണ് എന്നോർക്കണം. അവസാനം കളി ജയിപ്പിക്കാനും ഇതേ ഭൂവയെ കൊണ്ടുവരേണ്ടി വന്നു എന്നാണ്. പിന്നെ അതിൽ ഗസൻഫറിൻ്റെ ഒരു ഓവർ വലിയ ബ്ലണ്ടറുകൾ മുംബൈക്ക് സംഭവിച്ചൊരു ഓവറാണ്. ആ കളിയിലാണ് ശരിക്കും അവർ കളി കൈവിട്ടെന്ന് പറയേണ്ടി വരും. കാരണം രജത് പട്ടിദാറും പടിക്കലും വിരാട് കോഹ്ലിയും പവർ പ്ലേയിൽ പോയ പിന്നെ ഒരു ടീം. അപ്പോൾ അവർ കളിയിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നതിൻ്റെ എല്ലാ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രിക്കിയായ ഒരു സർഫേസിൽ പേസിനെ കുറച്ചുകൂടി പിന്നെ പിന്തുണയ്ക്കുന്നു എന്ന് തോന്നിയ ഒരു സർഫേസിൽ ഷർദുൽ താക്കൂറിന് പകരം രഘു ശർമ്മയെ കൊണ്ടുവന്ന് ഇവർ ഓൾറെഡി പിന്നെ ഇതുപോലെ പല തവണ മുംബൈക്ക് ഇങ്ങനെ ടാക്ടിക്കൽ ബ്ലണ്ടറുകൾ സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ടൊരിക്കൽ ഷർദുൽ താക്കൂറിനെ ഇമ്പാക്ട് പ്ലെയറായി കൊണ്ടുവന്നിട്ട് ഒരു ഒറ്റ ഓവർ പോലും അദ്ദേഹത്തെ കൊടുക്കാതെ വെറുതെ ഫീൽഡിൽ നിർത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ ഷർദുൽ താക്കൂറിന് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും പിന്നെ പേസർമാരെ നന്നായി പിന്തുണയ്ക്കുന്ന ഒരു പിച്ചിൽ അവസാനം ഇവർക്ക് രാജ്ഭവ അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ലാതെ പോയതാണ് മുംബൈക്ക് സംഭവിച്ചത്. കാരണം ആ 19-ാം ഓവറിൽ ബുംറ ശരിക്കും കളി തിരികെ കൊണ്ടുവന്നാണ്. അപ്പുറത്ത് ഷെഫേർഡ് ആണെങ്കിൽ നന്നായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബാറ്റർ ഇല്ലാത്തടത്ത് ജിതേഷ് ശർമ്മ പോയെടുത്ത് കോർബിൻ ബോഷ് നന്നായി ഡെലിവർ ചെയ്തൊരു മത്സരം. കോർബിൻ ബോഷ് ഇടക്കിടക്ക് കളിയെ ഒരു മെയ്ഡൻ വിക്കറ്റൊക്കെ എടുക്കുന്ന മത്സരത്തിൽ. അതേപോലെ തന്നെ ഓരോ ഓവറിൽ ടിം ഡേവിഡിനും അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയോ മറ്റോണെന്ന് തോന്നുന്നു 2 വിക്കറ്റുകൾ ഒരൊറ്റ ഓവറിലെടുത്ത് കോർബിൻ ബോഷ് കളിയിലെ മൊമെൻറ്റം തിരികെ കൊണ്ടുവന്ന് മുംബൈയുടെ കയ്യിലാണ് കളി എന്ന് തോന്നിച്ചൊരു ഘട്ടത്തിൽ സൂര്യകുമാർ യാദവൊക്കെ അവസാനം രാജ്ഭവയോട് ശരിക്കും ഭയങ്കര എന്താ അദ്ദേഹത്തിന് പറയേണ്ടതെന്ന് അറിയാം. കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. പിന്നെ നിരന്തരം എക്സ്ട്രാസ് ഇട്ട് കൊടുത്താണ് ഓവറിൽ ഏറ്റവും സംഭവിച്ച വലിയ പിഴവുകൾ എന്ന് തോന്നുന്നു. 2 വൈഡ്, ഒരു ബോൾ നേരെ പിടിച്ചെറിഞ്ഞു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ അത് നോ ബോളായി മാറുന്നു. പിന്നെ ഷെഫേർഡ് പുറത്താകുന്നു, അദ്ദേഹം ഫ്രസ്ട്രേഷൻ കാണിച്ചു പോകുന്നു. ഭുവനേശ്വർ കുമാറാണ് വരുന്നത്, 2 ബോളർമാരാണ് ക്രീസിലുള്ളത്. അപ്പോഴും മുംബൈയുടെ കയ്യിലാണ് 3 ബോളിൽ 9 റൺസൊക്കെ മതി കളി ജയിക്കാൻ എന്നിരിക്കെ പോലും കളി
RCBയുടെ കയ്യിൽ വെച്ചു കൊടുത്തതുപോലെയാണ് തോന്നിയത്. കുറേ ടാക്ടിക്കുകൾ ഇപ്പോൾ ഗസാൻഫറിൻ്റെ ഓവറിൽ പിന്നെ ആ നമൻധീർ ക്യാച്ച് എടുത്തിട്ട് തിലക് വർമ്മക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് തിലക് വർമ്മ വിട്ടുകളഞ്ഞ അതൊരു ഭീകര ബ്ലണ്ടറായിരുന്നു ആ മത്സരത്തിൽ എന്ന് പറയേണ്ടി വരും. മാത്രമല്ല മുംബൈ ക്യാമ്പിലെ എത്രത്തോളം പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു സാധനം. അതിനുശേഷം രണ്ടുപേരും അവർ ഹീറ്റ് പിന്നെ ക്യാമറ ഉണ്ടല്ലോ എന്നല്ല എപ്പോഴും ഒരു ബോധം വന്നപ്പോഴാണ് തിലകെന്ന് പോയിട്ട് പുറത്ത് കെട്ടുന്നത്. അതെ, പരസ്പരം ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതെ, എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആണ്. എന്നിട്ട് ആ ബോൾ തെളിയുന്ന ഡോട്ട് ബോളാണ് ആലോചിക്കണം. ആ ബോളിൽ ഒരു സിംഗിൾ ബോളും ഇല്ല. അപ്പോൾ നമ്മളാകെ എന്താ പറഞ്ഞാൽ ക്യാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ കളി തിരിഞ്ഞിരുന്നല്ലോ. പിന്നെ അടുത്ത 3 ബോളിൽ 2 സിക്സർ അടിച്ചിരുന്നു. കൃണാൽ പാണ്ഡ്യ ആണെങ്കിൽ കാലിൽ പരിക്ക് പറ്റിയിട്ട് അദ്ദേഹം സിക്സർ അടിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഇങ്ങനെ വീണ് പോകുന്നുണ്ട്. കൃണാൽ പാണ്ഡ്യയെ നമ്മൾ എടുത്തു പറയുമ്പോൾ പല തവണയായിക്കൊണ്ട് RCBയുടെ ഒരു ക്ലച്ച് പ്ലെയറാണ് അദ്ദേഹം എന്ന് നമ്മൾ പല മൊമെൻറ്റുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ IPL ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് അദ്ദേഹമായിരുന്നു. ഈ ടൂർണമെൻറ്റിൽ തന്നെ മുംബൈക്കെതിരെ ഒരു മുംബൈ ഏറ്റുമുട്ടിയ സമയത്ത് ബോളിങ്ങിൽ അദ്ദേഹത്തിന് പഠിച്ച സമയത്ത് ബാറ്റ് കൊണ്ട് മുംബൈ ജയിപ്പിച്ചത് ഇതേ കൃണാൽ പാണ്ഡ്യ ആയിരുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ RCBക്ക് കഴിഞ്ഞ 2 സീസണുകളിലായിക്കൊണ്ട് കൃണാൽ പാണ്ഡ്യ എന്ന് പറയുന്ന താരം നൽകുന്ന ഇമ്പാക്റ്റിൻ്റെ പിന്നെ വലിപ്പം എത്രയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സരം. RCB വീണ്ടും പിന്നെ ഹോട്ട് ഫേവറേറ്റുകൾ ലിസ്റ്റിലാണ്. അവർ വീണ്ടും കിരീടത്തിലേക്ക് അടുക്കുന്നു. ട്രിക്കിയായ ഒരു സർഫേസിൽ പോലും അവർക്ക് മാച്ച് വിന്നർമാരുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ബോളിങ്ങിനെ പിന്തുണക്കുന്ന പിച്ചാണെങ്കിൽ ടോപ്പ് ഓർഡർ വിരാട് കോഹ്ലി തുടർച്ചയായി 2ാം മത്സരത്തിലും ഡക്കായി പുറത്താവുന്നു. അപ്പോൾ അവർ നന്നായി കളിച്ചുകൊണ്ടിരുന്ന പടിക്കൽ പുറത്താവുന്നു. ടൂർണമെൻറ്റിൽ തുടക്കത്തിൽ പട്ടീദാർ നല്ല ഫോമിലായിരുന്നു. അദ്ദേഹം ഇടക്കാലത്ത് സ്ട്രഗിൾ ചെയ്യുന്നു. ഇതൊക്കെ വരുന്ന സമയത്ത് പോലും കൃണാൽ പാണ്ഡ്യയെ പോലെ മറ്റൊരു മാച്ച് വിന്നർ ക്രൂഷ്യൽ ഘട്ടങ്ങളിൽ അവതരിക്കുന്നു എന്നുള്ളതാണ് RCBയുടെ സ്ക്വാഡ് ഡെപ്തിൻ്റെ വലിപ്പം എന്ന് മനസ്സിലാക്കാം. സോ RCB സ്റ്റിൽ ഫേവറേറ്റ്സ് ആണ്. അവർ തന്നെ കിരീടമടിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്താണ് സൂര്യയുടെ കുറെ ബ്ലണ്ടറുകളും ശരിക്ക് തെളിഞ്ഞുന്ന മത്സരം തന്നെയായിരുന്നു ഇന്നലത്തേത്. ആ കുറെ ചേഞ്ചസ് ചിലപ്പോൾ നല്ല ചേഞ്ചസ് ആയിരുന്നെങ്കിൽ അത് മുംബൈക്ക് ജയിക്കാനുള്ള സാധ്യത വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇന്നലത്തെ മത്സരം പറയുന്നതിന് മുമ്പ് ഹാരിസ് പറഞ്ഞ ഒരു തുടർച്ച. കാരണം കൃണാൽ പാണ്ഡ്യയുടെ ഒരു പ്രകടനം അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നാണ്, അതിൽ കൂടുതൽ മറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് കൃണാൽ പാണ്ഡ്യ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ആകാംക്ഷയാണ് എങ്ങനെ ഇപ്പോൾ ഈ ഒരു പറയുന്നില്ല. കാരണം എങ്ങനെ കൃണാൽ പാണ്ഡ്യ ടീമിലെത്തും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം അത്ര നല്ല പെർഫോമൻസ് അല്ല, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവനൻ്റെ ഇതിൽ വാർത്തകൾക്കൊക്കെ താഴെയും ലിങ്കുകളിൽ കമൻറ്റുകൾ ആളുകൾ എഴുതുന്നത് ഒരിക്കലും അദ്ദേഹം ടീമിലെത്തണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം അങ്ങനെയായിരുന്നു പ്രകടനം. പക്ഷേ ഇന്നലത്തെ ഒരൊറ്റ മത്സരം കൊണ്ട് അദ്ദേഹം അത് മാറ്റിയെടുത്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഇതൊക്കെ സാധിക്കും എന്നുള്ളതും അത് ടീമിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള ഒരു വലിയ ഒരു മെസ്സേജാണ് ഇന്നലെ അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ഈ കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിൻ്റെ പുറത്ത് ഇന്നലെ RCB വിജയിക്കുന്നു, 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. ജയശേട്ടൻ ചോദിച്ചതിലേക്ക് തന്നെ ഇപ്പോൾ ഈ സൂര്യകുമാർ യാദവ്, നമ്മൾ ഹാർദിക് പാണ്ഡ്യ റായ്പൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മത്സരത്തിന്. പക്ഷേ അദ്ദേഹം കളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. റായ്പൂരിൽ എത്തി എന്നുള്ള പറഞ്ഞ് അത് മെസ്സേജ് ആ സന്ദേശം പുറത്തുവിട്ടത് തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ കളിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും സൂര്യകുമാർ യാദവ് ആ ക്യാപ്റ്റൻസി തുടർച്ചയായ 2ാം മത്സരത്തിലും അദ്ദേഹം തന്നെ ഏറ്റെടുക്കുന്നു. ഇദ്ദേഹം ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സമയത്ത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു വാഗ്വാദങ്ങളും വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. അതായത് അതെ, അതായത് നന്നായി എന്ന് പറയുമ്പോഴും അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് മുംബൈ ഇന്ത്യൻസിലേക്ക് ഇനി ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് പ്രധാന കാര്യം. എന്നാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ അവരുടെ വലിയ തകർച്ചയ്ക്ക് കാരണം ഹാർദിക് പാണ്ഡ്യ ആണ് എന്നുള്ള രീതിയിലേക്കും ചർച്ച മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ സൂര്യകുമാർ യാദവ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ജയത്തിലേക്ക് പോവും എന്നുള്ള ഒരു സമയത്ത് പോലും അദ്ദേഹം ആ അവസാന ഓവറിൽ രജത് ബാവയെ കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയ ഒരു വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓവർ വളരെ ക്രൂഷ്യലായി എന്നുള്ളതാണ്. 19 ഓവർ വരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 19 ഓവർ വരെ ആ വിജയത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് മുംബൈ ഇന്ത്യൻസിനെ കൊണ്ടെത്തിച്ചിട്ട് അവസാന ഓവറുകളിൽ കുറേ വൈഡും മറ്റും എറിഞ്ഞ് എക്സ്ട്രാസ് ഒരുപാട് കൊടുത്ത് ആ ഒരു കളിയുടെ ഒരു ഹരം അത് കളയുന്ന രീതിയിലേക്ക്, അതായത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈക്ക് അത് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു ഓവറായി മാറി എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃണാൽ പാണ്ഡ്യ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബാറ്റിങ്ങിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നല്ല രീതിയിലൊരു വിജയം RCBക്ക് ഉണ്ടാകും എന്നുള്ളതും RCB
ടേബിൾ ടോപ്പിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ കൂടി തന്നെയാണ് ആ ഒരു മത്സരം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. പക്ഷേ പിന്നീട് അവരുടെ തകർച്ചയിലേക്ക് ഈ കൃണാൽ പാണ്ഡ്യ പുറത്തായതിനു ശേഷം അവർ വീണ്ടും പുറത്തെ ഒരു തകർച്ച നേരിടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എന്നാൽ അവിടെയും ഒരു രക്ഷകൻ എന്നുള്ള റോളിൽ ഇന്നലത്തെ മത്സരത്തിൽ ശരിക്കും രക്ഷകൻ എന്നുള്ള ഒരു വേർഡ് ശരിക്കും പേര് കൊടുക്കേണ്ടത് ഭുവനേശ്വർ കുമാറിനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബൗളിങ്ങിൽ ഭുവനേശ്വർ കുമാറിൻ്റെ 4 വിക്കറ്റ്, അതും നിർണായകമായ മുൻനിര ബാറ്റർമാരുടെ 4 വിക്കറ്റ് എടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു മത്സരത്തിൽ ഒരു 4ാമത്തെ പന്തിലാണ് 20ാം ഓവറിലെ 4ാമത്തെ പന്തിലാണ് അദ്ദേഹം സിക്സർ അടിക്കുന്നത്. അതായത് ആ ഒരു ഒറ്റ സിക്സറോട് കൂടിയാണ് പിന്നീട് വീണ്ടും ബംഗളൂരുവിൻ്റെ കയ്യിലേക്ക് ഈ മത്സരം വരുന്നത്. കാരണം അതുവരെ ബംഗളൂരു കൈവിട്ട അവസ്ഥയിലായിരുന്നു. ഷെഫേർഡ് ഇന്നലെ 11 ബോളാണ് നേരിട്ടത്. ആ ഒരു ക്രൂഷ്യൽ ടൈമിൽ 11 ബോൾ നേരിട്ട് വെറും 4 റൺസ് നേടാൻ അദ്ദേഹത്തിനാവുന്നുള്ളൂ. അദ്ദേഹം ഒരു പതറിയ ഒരു ഘട്ടത്തിൽ അത് ബാംഗ്ലൂരു തോൽവി ഏകദേശം ഉറപ്പാക്കിയ സ്ഥിതിയിൽ, അതായത് ഡഗൗട്ടിലിരിക്കുന്ന താരങ്ങളൊക്കെ പലപ്പോഴും തലകുനിച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ള അവർക്ക് മനസ്സിലായി. കാരണം മുംബൈയോട് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് ഷെഫേർഡ് ആ ഒരു പ്രകടനം അവരെന്താണോ ഉദ്ദേശിച്ചത്, പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് ഷെഫേർഡ് എത്തുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഷെഫേർഡിന് ഒരു തരത്തിലും കരകയറാനാവുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അവരവിടെ തകർന്നിരിക്കുന്ന സമയത്ത് ഷെഫേർഡ് ഔട്ടാകുന്നത് ഒരു കണക്കിന് ഷെഫേർഡ് ഔട്ടായതാണ് ആ കളിയിൽ നിർണായകമായത് എന്നുള്ളതാണ്. ആ ഒരു നിർണായക ഘട്ടത്തിൽ പിന്നീട് വരുന്ന ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു സിക്സർ, അത് 20ാം ഓവറിലെ 4ാമത്തെ പന്തിലാണ് ആ സിക്സർ വരുന്നത്. അതോടുകൂടി വീണ്ടും RCBയുടെ ക്യാമ്പ് വീണ്ടും ഒന്ന് ഊർജ്ജത്തോടു കൂടി വരുന്നു. റാസിക് ദറാണ് പിന്നീട് അപ്പുറത്തെ സ്ട്രൈക്കിലുള്ളത്. അടുത്ത പന്തിൽ 5ാമത്തെ പന്തിൽ, അതായത് 20ാം ഓവറിൻ്റെ 5ാമത്തെ പന്തിൽ പിന്നെ ഒരു സ്ട്രൈക്ക് എടുത്ത് ഭുവനേശ്വർ കുമാർ മാറുകയാണ്. 1 റണ്ണാണ് എടുക്കുന്നത്. അവസാന ഓവറിൽ വേണ്ട 2 റൺ, അവസാന ബോളിൽ വേണ്ട 2 റൺസാണ്. ആ സമയത്ത് റാസിക് ദർ ഉണ്ടാക്കിയെടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 2 റൺസ്, ആ ഒരു വിജയം ഈ ഒരു IPL സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശത്തോടു കൂടി കണ്ട, അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഏറ്റവും വലിയ മത്സരം എന്ന് തന്നെയാണ് ഇന്നലത്തെ മുംബൈയുടെയും അതുപോലെ തന്നെ RCBയുടെയും മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും RCB തിരിച്ചു വരുന്നു എന്നുള്ളതും RCB ടേബിളിൽ ഒന്നാമതെത്തുന്നു. നിലവിലെ ചാമ്പ്യന്മാർ എങ്ങനെയാണോ പ്രകടനം നടത്തേണ്ടത് അതേ രീതിയിൽ പ്രകടനം നടത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വിരാട് കോഹ്ലി തുടർച്ചയായ 2ാം മത്സരത്തിലും അദ്ദേഹത്തിന് തിളങ്ങാനാകാതെ പോകുന്നു. അതുപോലെ തന്നെ അവരുടെ മുൻനിര ബാറ്റർമാരൊന്നും വലിയ ഒരു പ്രതീക്ഷക്കൊത്ത് അവർക്ക് ബാറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടെങ്കിൽ പോലും അവരേക്ക് ആരില്ലെങ്കിലും ഒരാളില്ലെങ്കിൽ മറ്റൊരാളുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് മത്സരത്തിൽ കൃണാൽ പാണ്ഡ്യയെ പോലുള്ള താരങ്ങൾ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് RCB. റൈറ്റ്. അപ്പോൾ ഇന്നലെ മത്സരത്തിന് ശേഷം ഹർഷ ബോഗ്ലെ ഭുവനേശ്വറിനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും ഫേവററ്റ്, ഈ മത്സരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുംബൈയുടെ 4 വിക്കറ്റുകളായിരുന്നോ അതോ 6 ആയിരുന്നോ എന്ന്. ഒരു സംശയമില്ലാതെ ഭുവനേശ്വർ പറയുന്നുണ്ട് 6 തന്നെയാണെന്നുള്ളത്. അത്രയും ക്രൂഷ്യലായിരുന്നു ആ സാധനം എന്നുള്ളത്. കാരണം RCB ഫാൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരിക്കലും കരുതിയിട്ടില്ല ഇത് പിടിക്കുമെന്നുള്ളത്. കാരണം രാജ്ബാബ നിരന്തരം, അതായത് 15 റൺസ് അവസാന ഓവറിൽ വേണമെന്നിരിക്കെ 5 ബോളിൽ 10 റൺസായി. ഒരു ബോളിൻ്റെ ഡിഫറൻസിൽ അവിടെ 2 വൈഡ് വന്നു, ഒരു നോ ബോൾ വന്നു, 2 റൺസ് ഒരു സിംഗിളും വന്നു. അങ്ങനെ 5 റൺസ് ഒരു ബോളിൽ കിട്ടി. എന്നിട്ട് പോലും ജയിക്കുമെന്ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ആ രീതിയിലാണ് ഷെഫേർഡ്. ഒരു ടച്ചും കിട്ടുന്നില്ല. അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഹിറ്റിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല സൈസുള്ള പ്ലെയറാണ് നമുക്കറിയാം. പക്ഷേ അത് ഒന്നും ടച്ചാവുന്നില്ല. ഡഗൗട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പ്ലെയർ ഏത് രീതിയിലാണ് കളിക്കലിൽ ടച്ച് ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് അത് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കളയും, ഇല്ലെങ്കിൽ കിടന്ന് മെഴുകുള്ളൂ എന്ന് കളി കാണുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഡഗൗട്ടിൽ പട്ടിദാറിനെ കാണിക്കുന്നുണ്ട്. പട്ടിദാർ എല്ലാം പോയി, ഈ മത്സരം കഴിഞ്ഞാൽ പോയി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ. അത്രത്തോളം നിസ്സഹായാവസ്ഥ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ വിക്കറ്റ് പോയതിനു ശേഷം ഭൂമി വന്നിട്ട് ചെയ്യുന്നത്, അത് അപ്പോഴും രാജ്ബാവോട് എടുക്കുന്നത്, അതായത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ സൂര്യ അവിടെയുണ്ട്, സൂര്യ ഇടയ്ക്ക് അദ്ദേഹത്തിന് അടുത്ത് വന്നിട്ട് ചില ഭാഗങ്ങളും കളിക്കുന്നുണ്ട്. ബുംറയെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് താരം അവിടെ ഉണ്ടായിട്ട് ഇന്ന രീതിയിൽ പന്തെറിയണം എന്നുള്ളൊരു ഉപദേശം അവിടെ കൊടുക്കാൻ പോലും നമ്മൾ ബുംറയെ അവിടെ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും എക്സ്പീരിയൻസ് ഉള്ള, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഡഗൗട്ടിൽ തൊട്ടടുത്ത് തന്നെ മലിംഗയെ പോലെ ഇത്രയും ഇൻ്റർനാഷണൽ മാച്ച് ഇത്രയും ക്രൂഷ്യൽ ടൈമിൽ വിജയിപ്പിച്ച് ഒരുപാട് പ്ലേയേഴ്സ് അവിടെയുണ്ട്. അത് സൂപ്പർ ഓവർ തന്നെ ഒരുപാട് വിജയിപ്പിച്ച മലിംഗയെ പോലെയുള്ള താരങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശത്തിന് മലിംഗ വഴി ചെല്ലാലോ, വിവരങ്ങൾ ചെല്ലാലോ, ഒരു താരം പോലും വരുന്നില്ല. അദ്ദേഹം ഇത്രയും ക്രൂഷ്യൽ സമ്മർദ്ദത്തിൽ, അതും ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു മാച്ചിൻ്റെ അവസാന ഓവർ എറിയുന്നത് എന്നുള്ളതാണ് രാജ്ബാബു എന്നുള്ളത് കമൻട്രിയിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയായിരുന്നു ഇന്നലത്തേത്. ഒരു താരം പോലും അദ്ദേഹത്തിന്
ഉപദേശം നൽകാൻ ചെല്ലുന്നത്. അദ്ദേഹം താരതമ്യേന ജൂനിയറായ താരമാണ്, 23 വയസ്സേ ഉള്ളൂ, ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് കോൺഫിഡൻസ് കൊടുക്കേണ്ട സമയമാണ് അത്. അതായത് അത് കൊടുത്തിരുന്നെങ്കിൽ മുംബൈക്ക് ജയിക്കാനുള്ള സാധ്യതകളായിരുന്നു. ഒന്ന്, മോശം ടച്ചിലുള്ള ഷെഫേർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഷെഫേർഡിൻ്റെ വിക്കറ്റ് പോയിട്ടും വരുന്നത് ഭുവിയാണ്. ഭുവി ഒരു ബാറ്ററൊന്നും അല്ലല്ലോ, പക്ഷേ അദ്ദേഹം ഫുള്ള് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ തന്നെയാണ് എറിയുന്നത്. അങ്ങനെ 2 വൈഡ് പോയത്. ഒരു യോർക്കർ പോലും അദ്ദേഹം ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭുവി വരുമ്പോൾ ഈ 2 ബോളിൽ 3 റൺസ്, 1 ബോളിൽ 2 റൺസ് എന്നൊക്കെയുള്ള ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു യോർക്കറാണല്ലോ ട്രൈ ചെയ്യേണ്ടത്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിലേക്ക് തന്നെയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോൾ തന്നെയാണ് ഭുവിയ 6 അടിക്കുന്നത്. അതോടുകൂടി സമ്മർദ്ദം മൊത്തം മുംബൈക്കായി. രാജ്ബാബ് ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഒരാൾ പോലും വന്ന് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അടുത്ത ബോൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവസാന ബോളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നേരെയാണ് ആ ബോൾ വരുന്നത്. അത് കയ്യിൽ തട്ടി പോകുന്നു. ഡബിൾ ട്രൈ ചെയ്യുമ്പോഴെങ്കിലും സ്റ്റെമ്പിൻ്റെ പുറകിൽ പോയി നിൽക്കുക, അതായത് ഒരു റൺഔട്ട് ചാൻസ് പിടിക്കുക. കാരണം നല്ല ഡിഫറൻസ് ഉണ്ട്. 2 ഭുവനേശ്വർ നോൺ സ്ട്രൈക്കിലേക്കും റാസ്ക് തലം സ്ട്രൈക്കിലേക്കും ഓടിയെത്തുമ്പോൾ പോലും അവിടെ റൺഔട്ടിനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ രാജ്ബാബ് അവിടെ സ്റ്റെമ്പിൻ്റെ പുറകിൽ പോയി നിന്നാണ്ട് റൺഔട്ടിൽ നടത്തുന്നില്ല. പക്ഷേ അപ്പുറത്തേക്കാണ് അറിയുന്നത്. റിക്കൾട്ടൺ പിടിച്ചാകുമ്പോഴേക്കും റാസ്ക് തലം നല്ലൊരു ലോങ് മുഴുനീള ഡൈവോടുകൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന സീനുകളായിരുന്നു. കോഹ്ലി നേരെ കൃണാൽ പാണ്ഡ്യയുടെ ദേഹത്തേക്ക് ചോടി. കോഹ്ലി നമുക്കറിയാം, അദ്ദേഹം എല്ലാ അഗ്രഷനും കാണിക്കുന്ന താരമാണ്. ഇന്നലെയും രോഹിത് ഉൾപ്പെടെ പോയപ്പോൾ ഭയങ്കരമായ അഗ്രഷൻ കാണിച്ചിരുന്നു. ആ വിജയിച്ചുള്ളൊരു മൊമെൻ്റ്, അതായത് കൈവിട്ടൊരു മത്സരം വിജയിക്കുന്നു, അതിനേക്കാൾ ഉപരി പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് വരുന്നു. ഈ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ നമുക്കറിയാം +1 മുകളിലുള്ള ഏക ടീം RCB ആണ്. സ്വാഭാവികമായിട്ടും RCB സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഉള്ളത്. അത്രയും കോൺഫിഡൻസോട് ഇന്നലത്തെ ഒരു മത്സരം അവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം തുടർച്ചയായ 2 മത്സരം പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു വന്നിരുന്നത്. ഈ ഒരു മത്സരം കൂടി പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ പഞ്ചാബിൻ്റെ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു RCB. പക്ഷേ നല്ലൊരു ട്രാക്കിലേക്ക് എത്തി എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃണാൽ പാണ്ഡ്യ, അതായത് നമ്മൾ ഈ മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഐറ്റം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. എനിക്ക് ഓർമ്മ വന്നത് ഗ്ലെൻ മാക്സ്വെൽ വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ നടത്തിയൊരു പ്രകടനം ഉണ്ടായിരുന്നു. ഒറ്റക്കാലും വെച്ചിട്ട് കളിച്ച ആ ഒരു രീതിയിലായിരുന്നു. കാരണം പാണ്ഡ്യ കൃണാലൊരു 6 അടിക്കുന്നു, 6 അടിച്ചിട്ട് അദ്ദേഹം അതുപോലെ തന്നെ ക്രീസിൽ തന്നെ വീഴുന്നത്. അപ്പുറത്തോ പോകാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. ഓരോ ബോളിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കാലിന് പ്രശ്നമുണ്ട്. അത് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ, വേദനയുണ്ടായിരുന്നു, ബോഡി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, കാലിനല്ല നല്ല പുറം വേദന ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം സഹിച്ച് അതിനേക്കാളുപരി ഫൈനൽ റിസൾട്ട് എന്താ ഉള്ളത്, അതിൽ നമുക്ക് 2 പോയിന്റ് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ വേദനയൊക്കെ അവിടെ മാറി ആ വിന്നിങ് മൊമെൻറ്റ് വന്നപ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ തന്നെ ഇപ്പോൾ RCBയുടെ ബാറ്റർമാരെ പ്രകടനം എടുത്ത് നോക്കുമ്പോൾ 73 റൺസ് എടുത്ത കൃണാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 മുകളിൽ പോലും പിന്നെ ഒരു താരം എടുത്തിട്ടില്ല. പിന്നെ എടുത്ത് 27 റൺസ് എടുത്ത ജേക്കബ് ബദലാണ്. വേറെ 20 മുകളിൽ പോലും ആ ജേക്കബ് ബദൽ 27 പന്തിലാണ് 27 എടുത്തത്. അതെ, വേറൊരു താരം പോലും ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മത്സരം തുടക്കം 6 അടിച്ചുകൊണ്ടാണ് കൃണാൽ തുടങ്ങുന്നത്. പിന്നെ മത്സരം ടൈറ്റായപ്പോൾ പുള്ളി അതിനനുസരിച്ച് നിന്നു. നേരത്തെ ജസിമൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് ആയിരുന്നു. മത്സരം ഒന്ന് ഡീപ്പിലേക്ക് കൊണ്ടുപോയാൽ പിടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ തോന്നി. മോശം പന്തുകളെ തെരഞ്ഞു പിടിച്ചടിച്ചു. തൻ്റെ അത്രയും പ്രശ്നങ്ങളും പെയിനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ടീമിനായി കളിച്ച ഒരു ഗംഭീരമായ ഇന്നിങ്സ്. RCBയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഇൻഡിവിജ്വൽ ഇന്നിങ്സുകളിലൊന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ടീമിനെ വിജയത്തിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭുവിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇന്ത്യയിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ക്രിക്കറ്റേഴ്സിൽ ഒരാളാണ് ഭുവി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്വിംഗ് കിങ് എന്ന് നമ്മൾ എപ്പോഴും വിളിക്കുന്ന, എല്ലാവരും വേഗതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കൃത്യത മാത്രമാണ്, ആക്യുറസി ഒപ്പം സ്വിങ്ങും മാത്രമാണ് ഭുവനേശ്വറിൻ്റെ കൈമുതൽ എല്ലാ കാലത്തുള്ളത്. അത് ഈ ഏജിലും അദ്ദേഹം ഇൻ്റർനാഷണൽ അരങ്ങേറി ഇത്ര വർഷമായിട്ടും അദ്ദേഹം അത് നിലനിർത്തുന്നു, തൻ്റെ സ്വിങ്ങെല്ലാം നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഭുവിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. കഴിഞ്ഞ സീസണിൽ RCBയുടെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ചത് ഹേസൽവുഡും ഭുവിയും തന്നെയാണ്. 38 വിക്കറ്റുകളാണ് അവർ രണ്ടുപേരും കൂടി ചേർന്നെടുത്തത്. ഇങ്ങോട്ട് ഇത്തവണ നോക്കുമ്പോൾ ഹേസൽവുഡിന് അത്ര കണ്ട് ഫോമിലേക്ക് ഉയരാൻ കഴിയാത്ത മത്സരങ്ങളിലും ഭുവി ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് നയിക്കുന്ന പ്രകടനം നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ ബോൾ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണ്. ഇന്നലെ ബാറ്റ് കൊണ്ടും അത്രയും ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ ഒരു 6 അടിച്ചുകൊണ്ട് ആ ഒരു സമ്മർദ്ദം അടിച്ചകറ്റി എന്നുള്ളത് RCBക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന, ഗുണം നൽകുന്ന കാര്യമാണ്. അപ്പോഴും RCBയെ അലട്ടുന്ന, അതായത് ഫിനിഷർമാർ റോളിൽ കളിക്കേണ്ട ഹിതേഷ് ശർമ്മ, അത് പടിക്കൽ ഫോമായിരുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. 1 ഡൗൺ കളിച്ച് അദ്ദേഹം നന്നായിട്ട് കളിച്ചിരുന്നു. പട്ടിദാർ ഫോമിലുള്ള ഇതിൻ്റെ തുടക്ക ഫേസിൽ പട്ടിദാർ മികച്ച ഫോമിലായിരുന്നു. അപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് ജിതേഷ് ശർമ്മ
ടോപ്പ് ഓർഡർ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ജിതേഷ് ശർമ്മ. എന്നാൽ ശരി, ടോപ്പ് ഓർഡർ അങ്ങ് തകർന്നിട്ട് ഞാൻ വന്ന് അങ്ങ് കളിക്കോ, അതിട്ടേ ഇല്ല. ഇന്നലെയൊക്കെ അത് സുഖസുന്ദരമായിട്ട് ഹീറോ ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു 6 ഇല്ലെങ്കിൽ ഷെഫേർഡിനെ പോലെ തന്നെ ഒരു മോശം ഇന്നിങ്സുകൾ ഒന്നായിരുന്നു അത്. 6 അടിച്ചുകൊണ്ട് കുറച്ചെങ്കിലും ഒരു ആശ്വാസം മൂപ്പര് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ബുംറയ്ക്കെതിരെ നല്ലൊരു ബൗണ്ടറി അടിച്ചു. പക്ഷെ എന്നാൽ പോലും ടീമിനെ നിർണായക സമയത്ത് വിജയത്തിലെത്തിക്കേണ്ട താരമാണ് ആ വിധം കടന്ന് സ്ലോ കളിക്കുന്നത്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഡയലോഗ് അടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ഷെഫേർഡ്, ടിം ഡേവിഡ് ഇവരുടെ ഫോമിൽ RCBയുടെ ഫിനിഷിങ്ങിനെ കുറിച്ച് ഇപ്പോഴും ആശങ്കകളുണ്ട്. അതിനി ക്രൂഷ്യൽ മത്സരങ്ങൾ വരാൻ പോകുന്നു. ഏറെക്കുറെ പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഓഫിലെ മത്സരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലേ ഓഫ് മത്സരങ്ങളൊക്കെ നടക്കാനുള്ളത് ന്യൂ ചണ്ഡീഗഡിലാണുള്ളത്. ഭയങ്കരമായ രീതിയിൽ ബാറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചും നല്ല ട്രിക്കി സർഫേസാണ്. സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ ബാറ്റ് വീശുന്ന ഫിനിഷർമാരുടെ അഭാവം RCBക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും. പിന്നെ ഈ ജിതേഷിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ, ജിതേഷ് ആ എമർജിങ് ഏഷ്യ കപ്പ് എന്നാണ് മൊത്തത്തിൽ പിന്നെ ദുരന്തമായി തുടങ്ങിയത്. കാരണം എമർജിങ് ഏഷ്യ കപ്പിലേക്ക് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി റോൾ കൊടുക്കുന്ന സമയത്ത് പോലും കയ്യിലുണ്ടായിരുന്ന ഒരു കളിയെ കൊണ്ട് കളഞ്ഞത് പിന്നെ സീനിയോറിറ്റി പരിഗണിച്ചാണ് ഞാൻ സൂപ്പർ ഓവറിൽ ഇറങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വൈഭവനെ പുറത്തിരുത്തിയത് എന്ന് പറഞ്ഞിട്ട് വന്ന ആദ്യ ബോളിൽ ഔട്ടാവുകയും ഇന്ത്യ ഒരൊറ്റ റൺസ് പോലും സ്കോർ ചെയ്യാതെ ആ മത്സരം അവസാനിപ്പിക്കേണ്ടി വരികയും അവസാനം തോറ്റമ്പുകയും ചെയ്യുമ്പോഴും അദ്ദേഹം റീസണായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അനുഭവ സമ്പത്തുള്ളവർ ഇറങ്ങട്ടെ എന്നാണ് ഞങ്ങൾ. അദ്ദേഹം ഒരു T20 കാലത്ത് അനുഭവ സമ്പത്തിനേക്കാൾ പിന്നെ മൈതാനത്ത് അങ്ങനെ പെർഫോം ചെയ്യുന്നു. തൊട്ട് മുമ്പ് പിന്നെ വൈഭവം അടിച്ചു നിന്നിട്ടേ ഉള്ളൂ. വളരെ നിസ്സഹായനായി ഡഗൗട്ടിലിരിക്കുന്ന വൈഭവനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദുരന്തകാലം തുടങ്ങിയതാണ്. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് വന്ന് പിന്നെ സ്വന്തം ടീം അംഗങ്ങൾ പുറത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അപ്പുറത്തിരുന്നിട്ട് പിന്നെ മിസ്റ്റർ 360 പിന്നെ ചിരിക്കുന്നുണ്ട്. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് കാണാലോ എന്ന അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം തിരിച്ചത്. പക്ഷേ പിന്നെ അദ്ദേഹം പിന്നെ ബ്ലണ്ടറായി പോയൊരു സീസൺ. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മാച്ച് വിന്നറായിരുന്നു. ഇന്ത്യൻ ടീമിലേക്ക് വരെ പരിഗണിക്കും. സഞ്ജുവിനെയൊക്കെ മാറ്റിയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഒരു ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ കരിയർ ഏറെക്കുറെ ഇതോടുകൂടി അവസാനിക്കും. പിന്നെ പ്രായമുണ്ട് അദ്ദേഹത്തിന്, നല്ല 30+ ഏജും ഉണ്ട്. സോ ഇന്ത്യൻ ടീമിലേക്കൊന്നും ഇനിയൊരു എൻട്രിയെ കുറിച്ച് ജിതേഷ് ശർമ്മ ആലോചിക്കേണ്ടതില്ല എന്നുള്ളതാണ്. RCBയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ പിന്നെ RCBക്ക് എല്ലായിടത്തും പഴക്കുന്ന സമയത്ത് പോലും അവർക്കൊരു മാച്ച് വിന്നർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് RCBയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇതുവരെ പിന്നെ ഒരുപാട് കാലം അവർ കിരീടം നേടാതെ പോയ സീസണുകളിലൊക്കെ അവർ പിന്നെ ഫൈനൽ വരെ നന്നായി പെർഫോം ചെയ്യുന്ന ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിട്ട് പോലും അവർ പ്ലേ ഓഫിലൊക്കെ കളമുടക്കുന്നത് കാണുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ RCBയെ ഫൈനലിൽ ജയിപ്പിക്കുന്നത് ഈ കൃണാൽ പാണ്ഡ്യയാണ് എന്നാലോചിക്കണം. അതേപോലെ തോറ്റുപോകുന്നു, കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന മത്സരങ്ങളിൽ അവർക്ക് മാച്ച് വിന്നർമാരായ കളിക്കാരുണ്ടാവുന്നു. സോ RCBയെ സംബന്ധിച്ച് വെരി വെരി പോസിറ്റീവാണ്. പിന്നെ പ്ലേ ഓഫിലേക്ക് കിടക്കുമ്പോഴേക്കും അവരുടെ മറ്റു ബാറ്റർമാർക്കൊക്കെ ക്ലച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഈ കിരീടം നിലനിർത്താൻ കഴിയും എന്ന് തന്നെ ഞാൻ വിലയിരുത്തുന്നു. ബോഷിന്റെയും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെയും ബൗളിംഗ് കൂടിയും പരാമർശിക്കണം. ബുംറ 5 ഇക്കോണമിയിൽ കോട്ട പൂർത്തിയാക്കുന്നത് ഗംഭീരമായ കാര്യമാണ്. നിർണായകമായ 19ാമത്തെ ഓവറിൽ 3 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. പക്ഷേ ബുംറ വിക്കറ്റില്ലാതെ ഒരു മത്സരം കൂടി പൂർത്തിയാക്കി. അതാണല്ലോ 4 ഓവറിൽ ഇന്നലെ 20 റൺസേ വഴങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഒരു വിക്കറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കോർബിൻ ബോഷ് ഇന്നലെ 26 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്തു. 4 ഓവർ എറിഞ്ഞ് 26 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. 4 വിക്കറ്റ് എടുത്തു എന്നുള്ളതും കൂടി ബദലിൻ്റെ ഉൾപ്പെടെയുള്ള വിക്കറ്റുകളൊക്കെ അദ്ദേഹത്തിന്, രജിത് പാട്ടിദാർ ഉൾപ്പെടെയുള്ള വിക്കറ്റുകളും അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം കൂടിയും അതിലുണ്ടെന്ന് ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ തന്നെ സൂര്യ ഇന്നലെ ഗോൾഡൻ ഡക്ക് ആയിരുന്നു. നൈസായിട്ട് എപ്പോഴും മുങ്ങുന്ന ഒരാളാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളല്ല, മെയിൻ സ്ട്രീം ഇതിൽ വാർത്തകൾ തന്നെ വന്നു. സൂര്യയെ T20യിൽ നിന്ന് മാറ്റുന്നു, സഞ്ജുവിനെ പരിഗണിക്കുന്നു, ശ്രേയസിനെ പരിഗണിക്കുന്നു. ആദ്യം ശ്രേയസിനെയായിരുന്നു പരിഗണിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നത്. പിന്നെ അത്തരം ട്രസ്റ്റഡ് സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രകാരം സഞ്ജുവിനെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. സൂര്യയുടെ കരിയറും ഏറെക്കുറെ തീരെയാണ്. മാത്രമല്ല ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഗംഭീരമായ നേട്ടങ്ങൾ ഇൻ്റർനാഷണൽ അവകാശപ്പെടാണ്ട്. ഒരു സീരീസ് പോലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ ബാറ്റർ എന്നുള്ള നിലയിൽ അമ്പയെ പരാജയപ്പെടുകയാണ്. ഈ IPLലും അത് തുടരുകയും ചെയ്യുകയാണ്. അതെ, ടോപ്പ് ഓർഡറിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ബാറ്റർമാർ ഒരുപാടുണ്ടായി IPLൽ. ഇനി അവർ സൂര്യ പോലുള്ള സ്കൈക്ക് ചെയ്യാനുള്ളതൊക്കെ ഇന്ത്യൻ ടീമിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞു. അദ്ദേഹം 2 T20 ലോകകപ്പുകൾ ഇന്ത്യക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. ഒന്ന് ക്യാപ്റ്റൻസി റോളിൽ, മറ്റൊന്ന് അദ്ദേഹം ബാറ്ററായിക്കൊണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കാലമായി അദ്ദേഹം T20യിൽ ഇന്ത്യയുടെ ട്രസ്റ്റഡ് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ പോലും ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വല്ലാതെ ഡിപ്പ് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ക്യാപ്റ്റനാണ് എന്ന കാരണം കൊണ്ട് മാത്രം ടീമിൽ നിലനിന്ന് പോകുന്ന ഒരാളാണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ പിന്നെ ന്യൂസിലാൻഡിനെതിരായ സീരീസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു നല്ല പ്രകടനം കണ്ട് മാച്ച് വിന്നിംഗ് നോക്കുകൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. സോ സ്കൈ ഈ ടൂർണമെൻറ്റോടുകൂടി ഏറെക്കുറെ തീരുമാനമാകും എന്നാണ് കരുതുന്നത്. പിന്നെ പുതിയ പരീക്ഷണങ്ങൾ 2028 മറ്റോ അടുത്ത T20 ലോകകപ്പ് വരുന്നത്. അപ്പോഴേക്കും സഞ്ജുവിൻ്റെ കീഴിൽ ഒരു ന്യൂ ഇന്ത്യ പിറവിയെടുക്കട്ടെ എന്ന് സെലക്ടർമാർ തീരുമാനിക്കുകയും പിന്നെ തീരുമാനിച്ചാൽ
പിന്നെ അതിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഡിസിഷനുകളിലൊന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും. റൈറ്റ്. നാഷണൽ സ്പോർട്സ് മീഡിയകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഈ സൂര്യകുമാർ യാദവ് 2 വർഷം കൂടി ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സൂര്യകുമാർ അതായത് T20 വേൾഡ് കപ്പ് ആവശ്യപ്പെടുന്നു. ജയിച്ച സമയത്ത് അതിനുശേഷം നടന്ന ആ ഫൈനലിന് ശേഷം നടന്ന പ്രസ് മീറ്റിന് ശേഷം ചോദിക്കുമ്പോൾ ഇല്ല, ഒളിമ്പിക്സ് 2028 ഒളിമ്പിക്സ് ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സ് കൂടി കഴിഞ്ഞിട്ട് വിരമിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ അത് വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാളും ഭയങ്കര ഒരു കൈൻഡ് ഓഫ് നമ്മൾ കവിനീതി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ പോലും ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമ്മൾ കൂടി അറ്റൻഡ് ചെയ്തൊരു പ്രസ് മീറ്റ് ആയിരുന്നു അത്. ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സഞ്ജുവിനെ മാറ്റേണ്ടത്? അഭിഷേകിന് വേണ്ടി ഞാൻ സഞ്ജുവിനെ മാറ്റണോ? തിലകിന് വേണ്ടി ഞാൻ സഞ്ജുവിനെ മാറ്റണോ? എന്ന് ചോദിച്ചിട്ട് ചിരി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കമന്റുകളൊക്കെ വരുന്നുണ്ട്, ഇല്ലടാ നിനക്ക് വേണ്ടിയിട്ടാണ് സഞ്ജുവിനെ മാറ്റുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ടൈം മാറുന്ന മാറ്റം ഒരുപാടൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. 1 മാസം 2 മാസത്തിൻ്റെ ഇടയിലൊക്കെ കാലം മാറുന്നത് വലിയ മാറ്റമാണ്. നമ്മുടെ ഒരു 1.5 വരവായിരിക്കും അത്. അതെ, CSK-യിലേക്ക് വരാം. CSK-യിലേക്ക്. അപ്പോൾ മുംബൈ ഒരുപാട് പറയുന്നത് ഹാരിസിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. CSK എനിക്ക് തോന്നുന്നു ജസീമനെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. നല്ലൊരു മാച്ചായിരുന്നു. ഒന്ന്, അവർ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു 180+ സ്കോർ ചേസ് ചെയ്തു എന്നുള്ളതാണ്. 2018 ആകെ ചരിത്രത്തിൽ തന്നെ 3 തവണയെ അവർ 200+ ചേസ് ചെയ്തിട്ടുള്ളൂ. അത് ഗംഭീരമായൊരു വിജയം അവർക്ക് നേടിയൊരു. പക്ഷേ അവസാന നിമിഷം കുറച്ച് പതറിയെങ്കിൽ പോലും വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു ചെന്നൈക്ക്. അത് ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. അത് ഇന്നലെ സഞ്ജു സാംസൺ ആദ്യം പുറത്താകുന്ന ഒരു സാഹചര്യം. പക്ഷേ അദ്ദേഹം നല്ലൊരു തുടക്കം നൽകിയിട്ടാണ് പുറത്തായത് എന്നുള്ളതാണ്. അവർക്ക് പ്രതീക്ഷിച്ചു പോയി അദ്ദേഹം നല്ലൊരു ഇന്നിങ്സാണ് വരാനിരിക്കുന്നത്. നല്ല ടച്ച്, അതെ, നല്ലൊരു ഇന്നിങ്സ് വരാനിരിക്കുന്നുള്ള ടച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സെഞ്ചുറിയാണ് സഞ്ജുവിൻ്റെ അടുത്തുണ്ടാവുക. അപ്പോൾ നമ്മൾ കളി കണ്ടപ്പോഴും പറഞ്ഞാണ് സഞ്ജു വരുന്നൊരു വരവ് വല്ലാത്തൊരു വരവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിന്. പക്ഷെ അവിടെയും ചെന്നൈക്കൊരു ഭയമില്ലാത്തത് ഗെയ്ക്വാദും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഉർവിൽ പട്ടേലും. ഗ്രീസിൽ ഗെയ്ക്വാദ് ഉണ്ട്, ഉർവിൽ പട്ടേൽ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ചെന്നൈക്കുള്ളത് പോലെയാണ്. അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഉർവിൽ പട്ടേലിൻ്റെ ഇന്നലത്തെ ഒരു ഇന്നിങ്സ്, അതാ സിക്സറുകളുടെ ഒക്കെ ഒരു മനോഹാരിത എന്ത് മാത്രം വർണ്ണിക്കാവുന്ന കാര്യമാണെന്നുള്ളതാണ്. അതായത് ചെപ്പോക്കല സ്റ്റേഡിയത്തിൽ ഇന്നലെ കളി കാണാൻ വന്നവർക്ക് ഉർവിൽ പട്ടേൽ വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു ഇന്നലെ സമ്മാനിച്ചതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ആ ഒരു ഫോമിലേക്ക് എത്തുന്നതും അദ്ദേഹത്തിൻ്റെ അതിവേഗ സെഞ്ചുറികളിൽ പങ്കിട്ടു എന്നുള്ളതാണ്. യശസ്വി ജയ്സ്വാളിൻ്റെ 2023 അദ്ദേഹം 13 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നത്. ആ റെക്കോർഡിലേക്ക് ഇന്നലെ ഉർവിൽ പട്ടേൽ ഒരുപക്ഷെ ഇന്നലെ മികച്ചൊരു പ്രകടനത്തോടുകൂടി അദ്ദേഹം അതിലും കുറഞ്ഞ പന്തിൽ നേടും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ആ റെക്കോർഡ് പങ്കിട്ടു. അദ്ദേഹം ഇന്നലെ ആ ഒരു മത്സരം അതിനുശേഷം അദ്ദേഹം സമർപ്പിക്കുന്നത് എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. ദിസ് ഈസ് ഫോർ യു പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അത് കരിയറിൽ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പിതാവ് നൽകിയിട്ടുള്ളൊരു പിന്തുണയുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്നലെ ആ ഒരു മത്സരം പ്രത്യേകിച്ച് അദ്ദേഹം പപ്പയ്ക്ക് സമർപ്പിക്കുന്നത്. ഇങ്ങനെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു പോലെ ഒരു മത്സരത്തിൽ ആരെങ്കിലും ഒന്ന് തിളങ്ങിയില്ലെങ്കിൽ മറ്റൊരാൾ അവിടെ തിളങ്ങാനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ചെന്നൈക്കുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈ പ്ലേ ഓഫിലേക്ക് ഏറെ ആൾക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 5ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു ഘട്ടത്തിൽ കളിയുടെ തുടക്കത്തിൽ തകർച്ച നേരിട്ട ഒരു ടീം, സഞ്ജു സാംസൺ ഉൾപ്പെടെ വിമർശനം നേരിട്ട ഒരു സമയം, ആയുഷ് മാത്ര പരിക്കേറ്റ്, അതായത് നന്നായി ഫോമിലുള്ള ആയുഷ് മാത്ര പരിക്കേറ്റ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ ഉള്ളൊരു ചെന്നൈ, അതായത് മാറ്റ് ഹെൻറി പോലെയുള്ളവർ ഒരു ഘട്ടത്തിലും ചെന്നൈക്ക് മികച്ച ഒരു സ്കോറോ മറ്റോ നൽകാതെ ഒരു വിഷമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ പതറി നിൽക്കുന്ന ഒരു സമയം, ഇങ്ങനെ പലപ്പോഴും വലിയ പ്രതിസന്ധികളാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെയാണ് ഉർവിൽ പട്ടേലിനെ പോലെയുള്ള താരങ്ങൾ, സഞ്ജു സാംസൺ അങ്ങ് തിളങ്ങി വരുന്നു, 2 സെഞ്ചുറികൾ നേടി അദ്ദേഹം തിളങ്ങി വരുന്നൊരു സാഹചര്യം. പിന്നീട് അതോടൊപ്പം തന്നെ കാർത്തിക് ശർമ്മയെ പോലെയുള്ള, ഉർവിൽ പട്ടേലിനെ പോലെയുള്ള താരങ്ങൾ വീണ്ടും വരുന്നു. ഗെയ്ക്വാദ് വലിയ വിമർശനങ്ങൾ ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും അവർ നേരിടുമ്പോഴും അതിനെ കവച്ചു വെച്ചുകൊണ്ട് പിന്നീട് നടത്തുന്ന ഒരു പ്രകടനം. ഇങ്ങനെ ചെന്നൈ ഒരു കംബാക്ക് ബാറ്റിംഗ് നടത്തുമ്പോൾ ബൗളിങ്ങിൽ അൻഷുൽ കമ്പോജ്, അതോടൊപ്പം നൂർ അഹമ്മദ് പോലെയുള്ളവർ, ജാമി ഓവർട്ടൺ പോലെയുള്ളവരൊക്കെ വരുന്ന ഒരു കാര്യം കൂടി വരും. ഇങ്ങനെ ചെന്നൈ ടോട്ടലി മത്സരത്തിലേക്ക് ഒരു കംബാക്ക് നടത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നലെ കാണുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് MS ധോണിയുടെ ഒരു വരവ് അതും ഈ ഒരു കളിയുമായി കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം MS ധോണി തിരിച്ചു വരും ചെന്നൈ ക്യാമ്പിലേക്ക് വരും എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അനിൽ കുംബ്ലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ധോണി ഇനി ടീമിലേക്ക് വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതൊരു വിന്നിങ് ടീമായി മാറിയിട്ടുണ്ട്, അതിന് നല്ലൊരു കോംബോ അവിടെ സെറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ടീമിലൊരു പൊളിച്ചെഴുത്ത് നടത്താൻ ഇനി ധോണി ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെന്നൈ നിരയിലേക്ക് ഇനി ധോണി വരാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. മനസ്സിലാക്കുന്നത് അല്ലേ? മിക്കവാറും പുള്ളി ഒരു ട്വീറ്റ് ഇടും, ഇന്ന സമയത്തിൽ ഞാൻ വിരമിച്ചതായി കണക്കാക്കുക, അങ്ങനെയാണല്ലോ ഇന്റർനാഷണൽ വിരമിച്ച പോലെ. ധോണി അങ്ങനെ ഭയങ്കരമായ ഒരു രീതിയിലുള്ള സാധനമൊന്നും ആഘോഷിക്കുന്ന ഒരു, അല്ലെങ്കിൽ
ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. ഒരു Already fair- നമുക്കറിയാം. ചെന്നൈക്ക് ഒരു ഫെയർവെൽ കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്നാണ് തോന്നുന്നത് ചെന്നൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ രീതിയിൽ അതായത് അദ്ദേഹം ഒന്നും ഇനി വേണ്ട ആവശ്യമില്ല. കാരണം വിക്കറ്റ് കീപ്പിങ്ങിൻ്റെ പരിശീലനത്തിലൊക്കെ ധോണി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്നലെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബാറ്റിങ്ങിലും ഇതിലൊക്കെ ഒരു മികച്ച ടീമായി ചെന്നൈ മാറുന്ന സാഹചര്യത്തിൽ ഇനി അവിടേക്ക് മറ്റൊരു ടീമിന് ഒരു താരങ്ങളെ ഉൾക്കൊള്ളേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ലക്നൗവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സമ്പൂർണ്ണമായൊരു തകർച്ച, അതൊരു പന്തിൻ്റെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും ഉൾപ്പെടെയൊക്കെ വളരെയധികം വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിലും ഒരു രക്ഷകൻ റോളിലേക്കൊന്നും അവർക്ക് ആർക്കും വരാൻ കഴിയുന്നില്ല എന്നുള്ളതും ലക്നൗ നാണം കെട്ട് വീണ്ടും പുറത്തേക്ക് പോകുന്നു, അവസാനക്കാരായി വീണ്ടും IPL മാറുന്നു എന്നുള്ളത് ലക്നൗവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ചെന്നൈ തുടർച്ചയായ 3ാമത്തെ ജയമാണ്. അതായത് നേരത്തെ ജസീം സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കത്തിൽ വലിയ സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു ചെന്നൈക്ക്. ഇതെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്യാപ്റ്റൻസി ലെവലിൽ ഗെയ്ക്വാദ് ആയാലും ഓരോ മത്സരത്തിലും മെച്ചപ്പെടുന്നുണ്ട്, ബാറ്റിങ്ങിലും അദ്ദേഹം മെച്ചപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ചെന്നൈ ഒരു കംപ്ലീറ്റ് പെർഫോമൻസോട് കൂടി തന്നെയാണ് വരുന്നത്. അല്ലാതെ അവർ ഇത്രയും ചരിത്രത്തിലോ ഇപ്പോൾ 5 കപ്പിൻ്റെ ലെഗസിൻ്റെ ആയിട്ട് പോലും അവർ ഒരു 180+ വന്നു കഴിഞ്ഞാൽ ചെന്നൈ പേടിക്കാറുണ്ട്. അതെല്ലാം മറികടക്കുന്ന രീതിയിലൊരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ ഉർവിൽ പട്ടേലിനെ കുറിച്ച് നമുക്ക് ഉർവിൽ പട്ടേലും ജാമിയോ ഓട്ടറാണ് ഈ കളി ശരിക്കും ചെന്നൈക്ക് കൊടുത്തതെന്ന് പറയേണ്ടി വരും. കാരണം രണ്ട് ടീമും പവർ പ്ലേയിൽ 90 മുകളിൽ സ്കോർ ചെയ്ത ടീമുകളാണ്. രണ്ട് ടീമും പിന്നെ പവർ പ്ലേയിൽ നന്നായി ഡെലിവറി ചെയ്യുകയും, 91 അവർ. അതെ, അവർ 91 ഇവർ 97. ഇംഗ്ലീഷ് നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ സ്കോറിലേക്ക് പോവുകയാണ് എന്ന് തോന്നിച്ചൊരു ഘട്ടത്തിലാണ് ജാമിയോ ഓട്ടൻ വന്നിട്ട് ഋഷഭ് പന്തിനെയും ഇംഗ്ലീഷിനെയും ഒരേ ഓവറിൽ തീർക്കുന്നത്. അപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ 9 ഓവർ കിടക്കുമ്പോഴേക്കും അവർ 100 മുകളിൽ റൺ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 13 ഓവർ ആകുമ്പോഴേക്കും അവർ 135 എന്ന നിലയിലേക്ക് തകർന്നടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാബാസ് വന്നിട്ടാണ് അവസാനമായി 200 കടത്തിയത്. സെയിം ടൈം സഞ്ജു നല്ല ടച്ചിലെത്തിയ സമയത്ത് സഞ്ജു പുറത്തായാൽ നമ്മൾ ഈ ടൂർണമെൻറ്റ് തുടക്കം മുതൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ടോപ്പ് ഓർഡർ പൊളിഞ്ഞ പിന്നെ ആരാണ്? അത് ഗെയ്ക്വാദ് നന്നായി ഫോമിലല്ലാത്തൊരു സമയമായിരുന്നു. ആയിഷ് മാത്രയും സഞ്ജു മാത്രമായിരുന്നു ടച്ചിൽ. അപ്പോൾ സഞ്ജു പിന്നെ ലാസ്റ്റ് വരെ അദ്ദേഹം ക്രീസിൽ തുടരേണ്ടത് ഒരു അനിവാര്യതയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴാണ് സഞ്ജു നേരത്തെ പുറത്താകുമ്പോൾ ചെന്നൈ ആരാധകർക്ക് ആശങ്ക വരിക. സോ അവിടെ ഉർവിൽ പട്ടേൽ ഉദയം കൊള്ളുന്നു. ഉർവിൽ പട്ടേലിനെ കുറിച്ചൊക്കെ ഈ സീസണിൻ്റെ തുടക്കത്തിലൊക്കെ ഫ്ലമിങ് പിന്നെ വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അധികം അവസരം കൊടുക്കാത്തൊരു അൺക്യാപ്ഡ് പ്ലെയറാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ സീസണിലാണെങ്കിൽ അവർ വലിയ തുകക്ക് പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയും എത്തിച്ചൊരു ഘട്ടത്തിൽ ഉർവിൽ പട്ടേലിനെ അവിടെ കൊണ്ടിറക്കും, ഉർവിൽ പട്ടേലിനെ എങ്ങനെ പരീക്ഷിക്കും? അപ്പോൾ ഇത് ആരാധകർ ഭയങ്കരമായി ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ ടീമിൽ കാണാത്ത സമയത്തൊക്കെ 12ാം മിനിറ്റായിട്ടോ ഇമ്പാക്ട് പ്ലെയറായിട്ടോ ഒന്നും ടീമിൽ കാണാത്തടത്തൊക്കെ ആരാധകർ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചോദ്യചരങ്ങൾ ഉന്നയിച്ചിരുന്നു. ആയിഷ് മാത്രമേ പോകുന്നിടത്താണ് 1 ഡൗൺ പൊസിഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഇന്നലത്തെ ആ ആവേശ് ഖാൻ്റെയും ദിഗ്വേശ് ശരാത്തിയുടെയും ആ 2 ഓവറുകൾ ശരിക്കും കളിയുടെ ഗതിയും ഒക്കെ നിർണ്ണയിച്ച ഓവറുകളായി നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. IPL ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 ആയിരുന്നു തോന്നുന്നു. ഇംഗ്ലീഷ് ചെപ്പോക്കിൽ ഏറ്റവും വേഗതയേറിയ 50 എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷ് 17 ബോളിൽ 50 അടിച്ചേക്കുന്ന സമയത്ത് ഇദ്ദേഹം പിന്നെ വന്നിട്ട് IPL ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഉർവിൽ പട്ടേൽ അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റ് എന്ന് പറയേണ്ടി വരും. അവരുടെ പവർ പ്ലേ സ്പെഷ്യലിസ്റ്റുകളെന്നും അവരുടെ നല്ല ബോളിംഗ് ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഷമിയും പ്രിൻസ് യാദവും ഒക്കെ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടും നമ്മൾ കാണുന്നുണ്ട്. കാർത്തിക് ശർമ്മ ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെടുന്നു, ബ്രവ്സ് പരാജയപ്പെടുന്നു. അപ്പോഴാണ് പിന്നെ പ്രശാന്ത് വീർ വന്നിട്ട് കളി പിടിക്കുന്നത്. ഒരുപാട് പിന്നെ ഫീൽഡിലെ ബ്ലണ്ടറുകൾ വരുത്തിയ ദിവസങ്ങളിലൊന്നാണ് രണ്ട് ടീമുകളും എന്ന് പറയേണ്ടി വരും. പിന്നെ പ്രശാന്ത് വീർ ഇന്നലത്തെ മത്സരത്തിൽ ഇംഗ്ലീഷിൻ്റെയോ മറ്റോ ക്യാച്ചുകൾ വിട്ട് കളയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാച്ചുകളൊക്കെ വിട്ടൊരു മത്സരം. എന്നിട്ട് അവസാനം ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കമിനെ കൊണ്ടുവരുന്നു, ആർച്ചാമി അപ്പുറത്ത് നിൽക്കുന്നത്. സോ ഇപ്പോഴും പിന്നെ ക്യാപ്റ്റന്മാർ IPL മാത്രമല്ല മൊത്തത്തിൽ ക്യാപ്റ്റന്മാർ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ പിന്നെ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിക്കുന്നത് സ്ഥിരം കാഴ്ചയാവുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും മാർക്കമിന് അവസാനം ഓർഡർ ചെയ്യാൻ കൂടി വരുന്നത്. പക്ഷേ ആർച്ചാമി ഫോം ഔട്ട് ആണെങ്കിലും അദ്ദേഹം ഒരു സ്പിൻ ബാഷറാണ് എന്നുള്ള കാര്യം മറന്നവരതായിരുന്നു. രണ്ട് നല്ല സിക്സറുകളായിരുന്നു. കളി അവസാന ഓവറിലും ചെറിയ പ്രതീക്ഷകൾ ലക്നൌവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ അവർ കൊണ്ടു കളഞ്ഞൊരു മത്സരം. ഈ സീസണിൽ അവരെന്താണോ 1-2 ആളുകൾ തിളങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് പവർ പ്ലേയിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ വലിയ സ്കോറിലേക്ക് പോവുകയാണ് എന്ന് തോന്നുകയും പക്ഷേ മിഡിൽ ഓർഡറിൽ ഈ ടീമിനെ പൊളിച്ചു കഴിഞ്ഞാൽ അവർ 200ലേക്ക് എത്തുമോ എന്ന് പോലും സംശയമാണ്. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം 8 വർഷത്തിന് ശേഷം അവർ ഒരു 200+ ചേസ് കാണുന്നു. പിന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അൺക്യാപ്ഡ് പ്ലെയേഴ്സ് ഒരു തലമുറ ചെന്നൈക്കുണ്ട് എന്ന് തെളിയിച്ച മറ്റൊരു മത്സരം കൂടി അടുത്ത സീസണുകളിലേക്ക് കരുതി വെക്കാൻ കയ്യിലുണ്ട്. നമ്മൾക്ക് അവരുടെ പിന്നെ സ്കൗട്ടിങ്ങിനെയൊക്കെ പല രീതിയിൽ പണ്ഡിറ്റുകൾ വിമർശിച്ചിരുന്നു. എന്ത് സ്കൗട്ടിങ്ങാണ് ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പല ഓപ്ഷനുകളും പിന്നെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കെ പോലും ഇവർ അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ പുറകിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കുമല്ലോ ഇവർ ഓപ്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ എന്നിട്ട് പോലും സ്ക്വാഡ് ഡെപ്ത് നോക്കുന്ന സമയത്ത് അത്ര വലിയ സ്ക്വാഡ് ഡെപ്ത് ഒന്നും അല്ലല്ലോ
എന്നൊക്കെ വിലയിരുത്തുമ്പോൾ പോലും അവരുടെ യങ്സ്റ്റേഴ്സാണ് ഈ ടൂർണമെൻറ്റിൽ പോലും. ഉദാഹരണത്തിന് അൻഷുൽ കാംബോജനെ പോലെ, പിന്നെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത അദ്ദേഹം കളിച്ചിട്ടുള്ള അതെ, ഒരു ടെസ്റ്റാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ജാമി ഓട്ടൻ അത്ര വലിയ മെയിൻ ബോളിംഗ് ഓപ്ഷനായിട്ടൊന്നും നമ്മൾ അതുവരെ കണക്കാക്കിയിട്ടില്ല. കാരണം എല്ലാ ടീമുകളിലും പിന്നെ പവർ പ്ലേ സ്പെഷ്യലിസ്റ്റുകൾ, ന്യൂ ബോൾ സ്പെഷ്യലിസ്റ്റുകൾ, ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളായിട്ട് എല്ലാ ടീമുകളിലും നല്ല ബോളർമാരെ കൊണ്ട് കുത്തിത്തറച്ച ടീമുകളിൽ പോലും ജാമി ഓട്ടനാണ് CSKക്ക് വേണ്ടിയിട്ട് പല മത്സരങ്ങളിലും കളിയുടെ ഗതി നിർണ്ണയിക്കുന്നത്. അദ്ദേഹത്തെ നമ്മളങ്ങനെ സൂപ്പർ സ്റ്റാർ പരിവേഷം കൊടുക്കുന്ന മനുഷ്യനൊന്നുമല്ല. നല്ലൊരു റെക്കോർഡ് പ്രകടനം ഉണ്ടായിട്ട് പോലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ജാമി ഓട്ടനായിരുന്നു. അതാണ് ഇന്നിംഗ്സിന്റെ അതാണ് നല്ലൊരു ബാറ്റിംഗ് ഓപ്ഷനായി കൂടെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കാരണം ഇപ്പോൾ ബ്രേവിസ് ഒക്കെ പരാജയപ്പെടുന്ന സമയമാണ്. ചില സമയങ്ങളിലൊക്കെ യങ്സ്റ്റേഴ്സിന് വല്ലാതെ അപ്പോൾ അപ്പോഴും നമ്മൾ പറയും, ചില മത്സരങ്ങളിലൊക്കെ തോൽക്കുമ്പോഴൊക്കെ പറയുന്നു ജാമി ഓട്ടനെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇറക്കാമായിരുന്നു എന്നൊക്കെ പല സമയത്ത് ഇങ്ങനെ വിലയിരുത്തിയിരുന്നു. സോ അദ്ദേഹം ഒരു നല്ല ബാറ്റിംഗ് ഓപ്ഷനാണ് എന്നുകൂടെ ഉണ്ട്. സോ ചെന്നൈയെ സംബന്ധിച്ച് സ്റ്റിൽ പ്രതീക്ഷകൾ ബാക്കിയുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ പ്ലേ ഓഫിലേക്ക് കടക്കാനായോ എന്ന് പറയാനായിട്ടില്ലെങ്കിൽ പോലും അവരുടെ പ്രതീക്ഷകൾ വീണ്ടും മൂതി കത്തിക്കുന്നു. സഞ്ജു പരാജയപ്പെട്ടാലും അപ്പുറത്ത് ആളുകൾ കുറേ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ. ഗെയ്ക്വാദ് സ്റ്റിൽ പിന്നെ നല്ല ഫോമിലേക്ക് തിരിച്ചെത്തിയൊരു സമയം. സോ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ പല വക നൽകുന്ന ഒരു മത്സരം. റൈറ്റ്. ഒപ്പം തന്നെ ഉർവിലിനെ കുറിച്ച് തന്നെ പറയാൻ തോന്നുന്നു കുറച്ചും കൂടെ. കാരണം അദ്ദേഹം മാതൃദിനത്തിലാണ്, എന്നാലും നമുക്കറിയാം മദേഴ്സ് ഡേ ആയിരുന്നു, അവിടെയാണ് ദിസ് ഈസ് ഫോർ യു പപ്പ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്നുള്ളത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഫാദർ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു കായിക അധ്യാപകനാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. മെഹ്സാനയാണ്, ഗുജറാത്തിലെ മെഹ്സാനയിലാണ് അവരുടെ വീട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നല്ല ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അഹമ്മദാബാദിലേക്ക്, നല്ല ദൂരമുണ്ട്, അഹമ്മദാബാദിലേക്ക് മകൻ്റെ ക്രിക്കറ്റിൻ്റെ ഇത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ മൊത്തത്തിൽ മാറേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഫാദർ മുകേഷ് പട്ടേൽ അതിനടുത്തൊരു എഫേർട്ടുകളൊക്കെ ഒരുപാടാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിട്ട് പോലും. അപ്പോൾ അതിൻ്റെ ഒരു റിവാർഡ് തന്നെയാണ് ഉർവിലിൻ്റെ ഈ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ഉർവിൽ എന്ന് പറയുന്നത് വളരെ യങ്സ്റ്റർ ഒന്നുമല്ല, അദ്ദേഹത്തിന് 27 വയസ്സായി. 2023 ഗുജറാത്ത് ടൈറ്റൻസിൽ തന്നെ അദ്ദേഹം ടീമിലുണ്ടായിരുന്നു. പക്ഷേ ഒരു മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം നാട്ടിലൊരു ടീമിൽ കളിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ വേറെ തന്നെയാണല്ലോ. പിന്നീട് അദ്ദേഹം 2 വർഷം റഡാറിലുണ്ടായിരുന്നില്ല. 2025 ഏതൊരു പ്ലെയർക്ക് പരിക്ക് പറ്റിയ സമയത്ത് 30 ലക്ഷത്തിന് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സ് 14 കോടി കൊടുത്ത് പ്രശാന്ത് വീറിനെയും കാർത്തികിനെയും എടുത്ത കഥകളൊക്കെ പറയുമ്പോൾ 30 ലക്ഷത്തിന് എടുത്തൊരു താരം ഇവിടെ കളിക്കുന്നൊരു കളി കൂടി നമ്മൾ പറയേണ്ടത് കൂടിയിട്ടുണ്ടല്ലോ. 30 ലക്ഷത്തിന് ചെന്നൈ ടീമിലെടുക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം 3 മത്സരമാണ് കളിച്ചത്. അതിൽ തന്നെ വന്ന കളി നന്നായിട്ട് കളിച്ചിരുന്നു. ഒരു 200+ സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത്. ഈ സീസണിൽ തുടക്കത്തിൽ ചെറിയൊരു സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സമയമെത്തി അദ്ദേഹം കളിച്ചു. അതൊരു ഗംഭീരമായൊരു ഇന്നിങ്സ് തന്നെ കളിച്ചു എന്നുള്ള ഒരു ഘട്ടത്തിൽ നേരത്തെ ജസീം സൂചിപ്പിച്ച പോലെ തന്നെ ഫാസ്റ്റസ്റ്റ് 50യിലേക്ക് യുവിയുടെ റെക്കോർഡൊക്കെ നമ്മൾ മറികടക്കും എന്നുള്ള തോന്നിച്ച ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്ന് മത്സരം ടൈറ്റായപ്പോൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയില്ല. എന്നാൽ പോലും ഗംഭീരമായൊരു ഇന്നിങ്സ് അദ്ദേഹം നടത്തി. അതിനുശേഷവും, അതായത് 50 നേടിയ ശേഷവും നന്നായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു റൺ റേറ്റ് താഴാതെ നോക്കി. പക്ഷേ പിന്നീട് ബാക്കിയുള്ള താരങ്ങൾക്ക് അത്ര കണ്ട്, ഇപ്പോൾ ബ്രവീസ് ഉൾപ്പെടെയുള്ളവർ അത്ര കണ്ട് താങ്ങില്ല. അവസാന നിമിഷത്തിലേക്ക് കുറച്ച് സമ്മർദ്ദത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും ആറുച്ചാമി വന്ന് അത് നികത്തി എന്നുള്ളതാണ്. അതും കൂടി പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ ശിവൻ ദുബെ വൻ ബാധ്യതയേനെ. പക്ഷേ ഗംഭീരമായ 2 സിക്സറോടുകൂടി തന്നെ ടീമിന് നല്ലൊരു വിജയം സമ്മാനിച്ചു. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പോസിറ്റീവ് നൽകുന്നൊരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ കുറേ കൂടി, അതായത് ഉർവിൽ കാണിച്ച ഒരു ഇൻറ്റൻസിറ്റി വേറെ താരങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്തെത്തായിരുന്നു. റൺ റേറ്റ് കുറേ കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ 4ാം സ്ഥാനത്തെത്താമായിരുന്നു. പക്ഷേ സ്റ്റിൽ 5 എന്നാൽ പോലും ശേഷിച്ച 2 മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്ലേ ഓഫിലേക്കുള്ളൊരു എൻട്രി അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ്. 3-ൽ 2 മത്സരം വിജയിച്ചാൽ മതി. അപ്പോൾ പോയിന്റ് ടേബിൾ കുറേ കൂടി ടൈറ്റ് ആവുകയാണ്, എല്ലാവർക്കും സാധ്യതകൾ തുറക്കുകയാണ്. അതിലിപ്പോൾ ഒരു ആശങ്ക, അതായത് അനായാസം കയറും, ഒരു പരിധിവരെ വലിയ വെല്ലുവിളികളില്ലാതെ കപ്പടിക്കുമെന്ന് തോന്നിച്ചിടത്തുനിന്ന് പ്ലേ ഓഫ് പോലും ഇപ്പോൾ സാധ്യമാകുമെന്ന് തോന്നിക്കുന്ന ഒരു ടീം പഞ്ചാബ് തന്നെയായിരുന്നു. അത് നമ്മൾ തുടക്കം മുതൽ തന്നെ വിലയിരുത്തിയിരുന്നു പഞ്ചാബിൻ്റെ ബോളിംഗ് സ്ട്രെങ്ത്തിനെ കുറിച്ചും സ്ക്വാഡ് ഡെപ്തിനെ കുറിച്ചും. എന്ന് പറഞ്ഞാൽ ബോളിംഗ് സ്ട്രെങ്ത്തും ബാറ്റിംഗ് സ്ട്രെങ്ത്തും ഒരുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമുകൾ പിന്നെ 1-2 നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഗുജറാത്തിനെയും RCBയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാൻ സാധിക്കും. പിന്നെ സൺറൈസേഴ്സിനെ കുറിച്ച് അവരുടെ പിന്നെ സമീപകാലത്തെ പ്രകടനങ്ങൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ച് അവരുടെ ബോളിംഗ് പ്രകടനങ്ങൾ തുടക്കം മുതൽ തന്നെ പിന്നെ വലിയ ആശങ്കയായിരുന്നു. ഇത് അവർ സ്ട്രഗിൾ അനുഭവിക്കുമെന്ന്, ഇപ്പോൾ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവർ സ്ട്രഗിൾ അനുഭവിക്കും. പല മത്സരങ്ങളും അവരുടെ കയ്യിൽ നിന്ന് പോകാനുള്ള കാരണം പോലും അവരുടെ ബോളർമാരായിരുന്നു എന്ന് നമ്മൾ പല മത്സരങ്ങളിൽ വിലയിരുത്തിയാണ്. സോ RCBയെ സംബന്ധിച്ചിടത്തോളം RCB ആണ് എനിക്ക് കുറച്ചുകൂടി വെൽ ബാലൻസ്ഡ് ആയിട്ട് ഈ ടൂർണമെൻറ്റിൽ പിന്നെ കപ്പടിക്കാൻ കഴിയും എന്ന് തോന്നുന്ന, അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേപോലെ, പിന്നെ അല്ലെങ്കിൽ
പിന്നെ ആളുകൾക്ക് പരാജയപ്പെടുന്ന സമയത്ത് പിന്നെ മാച്ച് വിന്നേഴ്സ് ഉണ്ടാകുന്ന ബോളിംഗ് യൂണിറ്റിൽ ഭുവനേശ്വർ കുമാർ കൺസിസ്റ്റൻ്റായി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പവർ പ്ലേയിൽ എപ്പോഴും ഇമ്പാക്റ്റുകൾ കിട്ടാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടീമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു RCB ആയിരിക്കും ഈ സീസണിലെ പിന്നെ സീസൺ അവസാനിക്കുമ്പോൾ വിജയികൾ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നമ്മൾ പറയുന്നൊക്കെ ഓപ്പോസിറ്റാ നടക്കാറുകളാ. പ്രത്യേകിച്ച് കാർത്തിക് ശർമ്മയെ നമ്മൾ നടത്തിയ അതാണ് സാധനങ്ങളൊക്കെ നീ ദുരന്തർ കളിക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതാണ് പിന്നെ ഇപ്പോൾ ഇനി ഇന്നത്തെ മത്സരം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇന്ന് പഞ്ചാബ് വേഴ്സസ് ഡൽഹി. അപ്പോൾ അതിൽ പഞ്ചാബ് തുടർച്ചയായി 3 പരാജയം നേരിട്ടിട്ടാണ് വരുന്നത്. ഡൽഹി തുടർച്ചയായി 2 പരാജയം നേരിട്ടിട്ടാണ് വരുന്നത്. എന്താണ് ഒരു പ്രതീക്ഷ? പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, വലിയ പ്രതീക്ഷയോടുകൂടി ഈ പ്രാവശ്യം IPL ഒരുപക്ഷെ കിരീടം നേടും എന്നുള്ള. കാരണം ആ ടേബിൾ ടോപ്പ് കുറേ കാലം അവർ കയ്യിൽ തന്നെ ആയിരുന്നു. പിന്നീട് അവർ വലിയ തകർച്ചയിലേക്ക് പോകുന്നു. തുടർച്ചയായിട്ടുള്ള 3 മത്സരങ്ങൾ ഇപ്പോൾ തോൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കൂപ്പർ കോണലിയൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും SRHനോട് ഒരു തോൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാലും പഞ്ചാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വിജയിക്കാനാണെന്ന് സാധ്യത. അവർ കപ്പ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. കാരണം കിരീടമില്ലാത്ത ഒരു ടീം എന്നുള്ള ഒരു ചീത്തപ്പേരുണ്ട്. ചെന്നൈക്കില്ലെങ്കിൽ അത് പഞ്ചാബിന് കിട്ടട്ടെ എന്നുള്ളൊരാഗ്രഹം കൂടിയുണ്ട്. പഞ്ചാബിനൊപ്പം നിൽക്കുന്നു. 2 ടീമും ഇൻകൺസിസ്റ്റൻസി അനുഭവിക്കുന്ന ടീമുകളാണ്. ബട്ട് ഇന്നത്തെ മത്സരത്തിൽ ഞാൻ പഞ്ചാബിനൊപ്പം നിൽക്കുന്നു. അതിൽ ഒന്ന് പഞ്ചാബിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായി പരാജയപ്പെടുന്നു, ഒരു പ്ലേ ഓഫിലേക്ക് എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വിജയിച്ചാലും പഞ്ചാബ് 1ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും. പഞ്ചാബിനിപ്പോൾ 13 പോയിൻ്റാണുള്ളത് 10 മത്സരത്തിൽ നിന്ന്. ഇന്ന് വിജയിച്ച് കഴിഞ്ഞാൽ 15 പോയിൻറ്റുമായി RCB മറികടന്നുകൊണ്ട് RCBക്ക് 14 പോയിൻ്റാണുള്ളത്. 1ാം സ്ഥാനത്തേക്ക് എത്താം. അപ്പോൾ ഒരു വിജയം മതി പഞ്ചാബിന് ട്രാക്കിലാവാൻ. അത് ഇന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പോൾ 2 മത്സരങ്ങളെക്കുറിച്ച്, അതായത് മുംബൈയെക്കുറിച്ചുള്ള, ചെന്നൈയെക്കുറിച്ചുള്ള, RCBയെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുമോ എന്നും നമുക്ക് നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.